ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇനി ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല, റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിൽ താഴത്തെ ഭാഗത്തിൽ ഇട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, അപ്പോൾ അത് ഇവിടെ ഷെയർ ആവാറില്ല. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യുക. അവിടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ മെസ്സേജ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഏരീസ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് അവരുടെ കറണ്ട് ഫീലിങ്സ്, അതൊക്കെ നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ജസ്റ്റിസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 9 of Wands. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? Ace of Cups. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 of Swords ആണ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 of Wands. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 5 of Wands. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ Knight of Pentacles. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ 2 of Swords ആണ്. ഈ പേഴ്സൺ ഫ്യൂച്ചറിൽ ആക്ഷൻ എടുക്കാൻ പോണത് Knight of Cups. ഇവിടെ ഔട്ട്കം ആണ് ഈ കാർഡ്. അപ്പോൾ ഏരീസ് ഇവിടെ ഞാൻ കാണുന്നത് ജസ്റ്റിസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജിയിൽ ലീബ്ര എനർജിയാണ് ഞാൻ കാണുന്നത്. ജസ്റ്റിസ് ഒരു ബാലൻസ്ഡ് എനർജിയാണ്. ഇത് ചില കേസസിൽ മാരേജിൻ്റെ എനർജി, ഡിവോഴ്സിൻ്റെ എനർജിയും ആവാം. അപ്പോൾ എന്താണ് ഈ ജസ്റ്റിസ് ഇവിടെ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ജസ്റ്റിസ് ഇവിടെ എന്താണ്? 4 of Swords. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ ഞാനൊരു സെപ്പറേഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാരേജിലൊരു സെപ്പറേഷൻ ഉണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ ആ സെയിം പേഴ്സൺ ആണോ, നിങ്ങളുടെ പാർട്ട്ണർ ആണോ, അത് അല്ലച്ചാൽ ഇത് വേറെ ഒരു പേഴ്സൺ ആണോ എന്ന് നമ്മൾക്ക് നോക്കാം. ഈ പേഴ്സൺ ആക്ച്വലി 9 of Wandsൻ്റെ എനർജിയിലാണ്. ഇവരുടെ ഓവറോൾ എനർജിയിൽ ഞാനിവിടെ കാണുന്നത് കുറച്ചൊരു പേടിയുണ്ട് ഇവർക്ക്. എന്താ വെച്ചാൽ ഇത് എൻഡ് ആവാൻ പോകേണ്ട ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് അവർക്കൊരു പേടിയുണ്ട്. പറഞ്ഞാൽ ഇത് ചിലപ്പോൾ വർക്കൗട്ട് ആവുമോ ഇല്ലേന്നോ ആ ഒരു പേടിയുണ്ട് ഈ പേഴ്സണിന്. അതല്ലച്ചാൽ ഇവർക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ ഫിയർ ആയിരിക്കാം, അവർക്ക് കമ്മിറ്റ് ചെയ്യണ്ട. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും റീസെൻ്റ്ലി ഒരു വർക്ക് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ഈ പേഴ്സണ് അതും ഒരു പേടിയാണ്. അതിൻ്റെ കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുമോയെന്ന് അതവർക്കൊരു പേടിയുണ്ട് മനസ്സിൽ. അപ്പോൾ അവർ വെയിറ്റാണ് ചെയ്യണത്. ശരിയായ സമയത്ത് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും. കുറച്ച് ഒരു ബ്രേക്ക് കഴിഞ്ഞാൽ, അതല്ല വെച്ചാൽ കുറച്ചൊരു സമയം കഴിഞ്ഞാൽ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും. അതല്ല വെച്ചാൽ നിങ്ങൾ അവരെ കോൾ ചെയ്യും. അങ്ങനത്തെ ഒരു ഹോപ്പ് ഉണ്ട് അവരുടെ മനസ്സിൽ. ഇവിടെ ബാലൻസ് ഞാൻ കാണുന്നുണ്ട് അവരുടെ എനർജിയിൽ. അപ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ട്, ശരിയാക്കണം എന്നുണ്ട്.
ഇവിടെ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇത് റീകൺസിലിയേഷനും ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കായിരിക്കും പോവുണ്ടാവുക. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് അല്ലാണ്ട് ഇത് വിട്ടിട്ട് ഇതിനെ എൻഡ് ചെയ്തിട്ട് ഒരു വേറെ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോവാം, അങ്ങനെയും ആവാം. പക്ഷേ ഇവിടെ 2 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഒരു ലവ് ഉണ്ട്. പറഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് ഞാൻ ഇവിടെ കാണുന്നത്. സോൾമേറ്റ് കണക്ഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാലും അത് ശരിയാവും എന്നാണ് ഇവിടെ ഹോപ്പുള്ളത് നിങ്ങൾ രണ്ടാൾക്കും. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളുടെ ബോണ്ട് കുറേ സ്ട്രോങ് ആണ്. ഓക്കെ, സോൾമേറ്റ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷേ 5 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ 5 ഓഫ് സോഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ്. ഇപ്പോൾ ഈ വഴക്കുണ്ടാവണത് വേറെ ആൾക്കാരുടെ ഇൻ്റർഫിയറൻസിൻ്റെ കാരണമാണോ, അതല്ല വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ. ദ ഫൂൾ, 9 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊരു സിംഗിൾ എനർജിയിലാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഡീൽ ചെയ്യണ്ടെന്നുണ്ട്. ആ നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കണോ. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് ഡെഫിനറ്റ്ലി ഉണ്ട് ഇവിടെ. 8 ഓഫ് വോൺസ് ആണ് ഈ പേഴ്സൻ്റെ എനർജി. ഇവർക്ക് നിങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്, മെസ്സേജ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഇവിടെ കുറേ കൺഫ്യൂഷനും ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് അറിയില്ല. അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യണം എന്നുണ്ട്. അവർ പ്രേ ചെയ്യണോ ഇൻഫാക്റ്റ് ഇതെല്ലാം ശരിയാവണം എന്ന്. ഓക്കെ, പക്ഷേ അവർക്ക് ഈ സമയത്ത് എന്താ വേണ്ടതെന്ന് പറഞ്ഞ മൊത്തം ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് അവരുടെ. അപ്പോൾ 5 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ. 5 ഓഫ് വോൺസ് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്, വഴക്കിൻ്റെ എനർജിയാണ്, തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ 5 ഓഫ് വോൺസ്? എംപ്രർ നിങ്ങളുടെ എനർജിയാണ്, ഏരീസ് എനർജി, ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരോ ഉണ്ടച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാനാണ് ചിലപ്പോൾ ഡിസൈഡ് ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം. അപ്പോൾ ഇതൊരു ലവ് അഫെയർ തന്നെ ആവണം എന്നില്ല, അതും ആവാം. ഒരു ലവ് അഫെയർ, വേറൊരു അഫെയർ ഉണ്ടായി, അങ്ങനെയും ആവാം. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്, അങ്ങനെയും ഒരു സിറ്റുവേഷൻ ആവാം. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങളൊരു ഡിസിഷൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ ഇപ്പോൾ കുറേ ആയി. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് ഓൾറെഡി കുറേ സമയമായിരിക്കണു. പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കണം, ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് അവർ കുറേ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ. ഇപ്പോൾ തൽക്കാലം അവർ സെപ്പറേറ്റഡ് ആയിരിക്കാം, പക്ഷെ അവരുടെ മനസ്സിൽ അതാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അവർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊക്കെ അവർക്ക് ചെയ്യണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ഇതിൽ ഫോർവേഡ് മൂവ്മെൻറ്റ്, ഇതിൽ ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കുക, ഹീൽ ചെയ്യുക, എന്തെങ്കിലും ഇഷ്യൂസ് പ്രശ്നങ്ങളുണ്ടാ വെച്ചാൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്യുക, അതാണ് അവരുടെ ഇൻറ്റൻഷൻ. നിങ്ങളുടെ ആക്ഷൻ എന്താ വെച്ചാൽ 2 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ഷുവർ അല്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ 2 ചോയ്സ് ഉണ്ട്, ഇതിനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ. നിങ്ങളുടെ ഇമോഷണൽ സൈഡ് നിങ്ങളെ ഒരു ഡിസിഷൻ എടുക്കാനാണ് പറയണത്, നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് വേറെ എന്തോ ആണ് പറയണത്. അപ്പോൾ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളുടെ മനസ്സിലും. പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല. 2 ഓഫ് സോഡ്സ്,
ടു ഓഫ് വോൺസ്. അപ്പോൾ ആദ്യം അതുതന്നെയാണ്, ഫ്യൂച്ചറിലേക്ക് എന്താ വേണ്ടേ, ഫ്യൂച്ചറിൽ ഇതെങ്ങനെയാണ് എന്നെ ബാധിക്കുക, ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക, അതാണ് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട് നിങ്ങൾ ഫ്യൂച്ചറിലേക്കാണ് പ്ലാൻ ചെയ്യണത്. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഒരു മാരേജ് ആയിരുന്നു വെച്ചാൽ ഫിനാൻഷ്യലി ഇത് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുക, ഫിനാൻഷ്യലി അതല്ല വെച്ചാൽ പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെയാണ് ബാധിക്കുക, സൊസൈറ്റി എന്താ പറയുക, ഫാമിലി എന്താ പറയുക. അപ്പോൾ അങ്ങനത്തെ കുറേ ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞ ധൃതിയില്ല അവിടെ, നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ധൃതിയൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിലതുണ്ട്, അത് എനിക്ക് വേഗം ഒരു ആക്ഷൻ എടുക്കണം, ഒരു തീരുമാനം എടുക്കണം എന്ന്. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ഞാൻ കാണുന്നത് അവർ നിങ്ങളെ റൊമാൻറ്റിക് മെസ്സേജസ് അയക്കാൻ ശ്രമിക്കും, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, ആക്ഷൻ എടുക്കും. അവർ മാനിഫെസ്റ്റ് ചെയ്യണത് നിങ്ങളെയാണ്. അപ്പോൾ ഇവിടെ ഒരു റിന്യൂവലിന് വേണ്ടിയിട്ട് അവർ ഡെഫിനറ്റ്ലി ആക്ഷൻ എടുക്കും. അപ്പോൾ ഔട്ട്കം ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും എടുക്കുക കിങ് ഓഫ് സോഡ്സ്. കിങ് ഓഫ് സോഡ്സ് ഒരു ലോയർ, അതല്ല വെച്ചാൽ ഒരു കൗൺസിലറുടെ എനർജിയും ആവാം. അപ്പോൾ 6 of Swords, 3 of Pentacles. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് വേറെ ഒരു പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കും. ഈ സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി കുറച്ചൊരു ടോക്സിക് ആണ്. ഇവിടെ ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നൻസി ഉണ്ട് വെച്ചാൽ ഞാൻ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടർ അല്ല വെച്ചാൽ കൗൺസിലർ അതല്ല വെച്ചാൽ ഒരു ലോയറിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ എന്തോ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ ഈ സിറ്റുവേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊഫഷണൽ പേഴ്സണാണ് ഇത്. അപ്പോൾ ഈ പേഴ്സൺ കുറേ ഒരു ഡിറ്റാച്ച്ഡ് പോലെ ഒരു പേഴ്സണാണ്. ഇവരൊരു ഡോക്ടറായിരിക്കാം, ലോയർ ആയിരിക്കാം, കൗൺസിലർ ആയിരിക്കാം, ആരാണെന്ന് വെച്ചാലും ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഈ സിറ്റുവേഷന് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ പേഴ്സണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ചില സെഷൻസ് ഉണ്ടാവും, കൗൺസിലിംഗ് സെഷനാണെന്ന് വെച്ചാൽ ഒരുമിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിനെ ശരിയാക്കാൻ ശ്രമിക്കും. പക്ഷേ ആ ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെ തന്നെ ആണ്. അത് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കിത് റെസൊനേറ്റ് അയച്ച ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക, അപ്പോൾ കുറച്ചുകൂടിയും ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ് അതല്ല നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം ഇത്. എന്താണ് ഇവിടെ മെസ്സേജ്? ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫൊർഗിവ് മീ വൺ ഡേ. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ടായിരിക്കാം ഇത്. ഈ പേഴ്സൺ മാപ്പ് ചോദിക്കുകയാണ്, പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ എപ്പോഴെങ്കിലും അവരെ ഫൊർഗിവ് ചെയ്യും എന്നൊരു ഹോപ്പുണ്ട്. ഐ എം നോട്ട് അവൈലബിൾ. ഇത് നിങ്ങളുടെ എനർജി ആവാം. ഐ നോ ഐ മെസ്ഡ് അപ്പ് എവറിഥിങ്. അപ്പോൾ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്. ഐ ലവ് യു. ഓക്കെ, അപ്പോൾ ഇതാണ് മെസ്സേജസ് പറയണത്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് പറയുക ഇതെങ്ങനെയാണ് റെസൊനേറ്റ് ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞ മാതിരി ഒരു പേഴ്സണൽ റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ. എന്നുവെച്ചാൽ ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുകയെന്ന് അതറിയാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിംഗ് ആയിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.